പൂർണ്ണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. എനിക്കത് അറിഞ്ഞാൽ മതി. അന്വേഷണം വേണമെന്ന് പറയാനുള്ള ധൈര്യം അമ്മയ്ക്കുണ്ട്. ഇതിലൊരു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു ധൈര്യം അമ്മയ്ക്കുണ്ട്. ധൈര്യം അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളത്. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികൾ അല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. അങ്ങനത്തെ ചില ഞരമ്പുകൾ എല്ലായിടത്തും ഇല്ലയോ? പക്ഷെ ജനറലൈസ് ചെയ്യാം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദര? ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് അന്വേഷണ സംഘം. നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് അന്വേഷണ സംഘം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദീഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ്. പരാതി നൽകിയത് യുവനടി. സംഭവം നടന്നത് +2 കഴിഞ്ഞു തൊട്ടു പിന്നാലെ 2016 ജനുവരി 28-ന്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെയും. നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പ്രത്യേക സംഘത്തിന് ലഭിച്ചത് പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ. 101D നമ്പർ മുറിയിൽ വെച്ച് പീഡനം നടന്നു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ഗ്ലാസ് ജനലിന്റെ കർട്ടൻ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് പറഞ്ഞു. അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലയോ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദീഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണിവരെ ഹോട്ടലുണ്ടായിരുന്നുവെന്ന ഹോട്ടൽ രേഖകളിൽ നിന്നും തെളിഞ്ഞു. അത് ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ്. മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദീഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബിൽ കണ്ടെത്തി. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. ലൈംഗിക പീഡനം നടന്ന് 1 വർഷത്തിനു ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. നിന്റെ വിധി സമാധാനം.